ഇൻഫർമേഷൻ കൗണ്ടറിൽ നേരത്തെ ചെന്നപ്പോൾ ആരുമില്ല, അതാ ഇപ്പോഴും ആരുമില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ നോക്കണം. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ലേറ്റ് നൈറ്റ് വരുന്നവർക്ക് ടോക്കിയോ സിറ്റി പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചാർജ് ആയിരിക്കും. ആരും കാണുന്നില്ല. ഹലോ, എനിബഡി ദേർ? ഹലോ. ഞാൻ തന്നെ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ടി വരുമോ? ഫോൺ നമ്പർ എനിക്ക്. ഹലോ, ഞാൻ യാത്ര പോകാൻ റെഡി ആയി നിൽക്കാം കേട്ടോ. എവിടെയാണെന്നല്ലേ പറയാം. ഒരു വളരെ മനോഹരമായ ഒരു ഏഷ്യൻ രാജ്യമാണിത്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ വളരെ ശാന്ത സ്വഭാവക്കാരാണ്. വളരെ മെല്ലെ സംസാരിക്കുന്നവരും ക്യൂ പാലിക്കാൻ ശ്രമിക്കുന്നവരും പ്രൈവസി ഇഷ്ടപ്പെടുന്നവരും പിന്നെ ഹാർഡ് വർക്കിന് വളരെ പേര് കേട്ടവരാണ് ഇവർ. ഇവരുടെ സമര രീതി എന്ന് വെച്ചാൽ നമ്മളൊക്കെ സമരം ചെയ്യുമ്പോൾ സ്കൂളിൽ പോവാതെ, കോളേജിൽ പോവാതെ, ജോലിക്ക് പോവാതെ അല്ലെങ്കിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടാണ് നമ്മൾ സമരം ചെയ്യുക. എന്നാൽ ഇവരങ്ങനെയല്ല. ഇവർ കൂടുതൽ സമയം ജോലി ചെയ്തിട്ടാണ് ഇവർ സമരം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊഡക്ട്സിന് വളരെ ഡിമാൻഡാണ് മാർക്കറ്റിൽ. ഞാൻ കൂടുതൽ ചുറ്റിത്തിരിക്കുന്നില്ല. ഈ രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. അതെ, ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ എക്സ്പീരിയൻസാണ് നമുക്ക് ലഭിക്കുക. ഞാൻ കസാഖിസ്ഥാൻ പോയ സമയത്ത് ടാക്സിയിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും രാത്രി 12 മണിക്കാണ് ലാൻഡിങ്. എമിഗ്രേഷനെല്ലാം കഴിഞ്ഞൊരു 1:30 ആയിരിക്കും ചിലപ്പോൾ പുറത്തിറങ്ങി നമ്മൾ ഹോട്ടലിലേക്ക് ടാക്സി തന്നെ പോകണം. കാരണം അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആ സമയമാകുമ്പോൾ ക്ലോസ് ആയിട്ടുണ്ടാവും. ടാക്സി ആണെങ്കിൽ ഭയങ്കര റേറ്റാണ് ജപ്പാനിൽ. അതുമാത്രമല്ല, രാത്രി ഈ ജപ്പാൻ ഭാഷ എന്ന് അറിയാതെ രാത്രി ടാക്സിയിൽ പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ടോക്കിയോയിലേക്ക് പോവാതെ എയർപോർട്ടിൻ്റെ ഒരു 3 കിലോമീറ്റർ അടുത്തുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. എൻ്റെ ഫ്രണ്ട് അവിടെ വരും, ഞങ്ങൾ ഒരുമിച്ച് അവിടെ താമസിച്ച് നെക്സ്റ്റ് ഡേ ടോക്കിയോയിലേക്ക് പോകാനാണ് പ്ലാൻ. ഏകദേശം 10 മണിക്കൂറോളം യാത്രയുണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര ലോങ് ഫ്ലൈറ്റിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ബോറടി ഉണ്ടാവും. നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്നാലും ജപ്പാനിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ ജോയിൻ്റായി നമ്മൾ ഒരുമിച്ചൊരു ഒരാഴ്ചത്തോളം ജപ്പാനിലെ കാഴ്ചകളായിരിക്കും ഇനി ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഓരോ യാത്രയും നമുക്ക് ഓരോ എക്സ്പീരിയൻസാണ്. എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആവില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കും. ഞാൻ കസാഖിസ്ഥാനിൽ പോയി ടാക്സിയിൽ പെട്ടൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം 1-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വളരെ ഉപകാരം ഈ ഒരു ഐഡിയ പറഞ്ഞതിനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ ഇനിയുള്ള യാത്രകൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കും. അതുകൊണ്ട് വീഡിയോസ് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും മികച്ച എക്കണോമി ക്ലാസ്സിനുള്ള അവാർഡുകൾ ഒരുപാട് തവണ വാങ്ങിയ ജപ്പാൻ എയർലൈൻസിലാണ് കേട്ടോ യാത്ര. നല്ല ലെഗ് സ്പേസ്, അതുപോലെ അവിടെ ഇവിടെ ഒരുപാട് പോക്കറ്റുകൾ, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള പോക്കറ്റുകൾ, പിന്നെ നല്ല അടിപൊളി സ്ക്രീന്, 10 ഇഞ്ച് സൈസാണെന്ന് തോന്നുന്നു സ്ക്രീൻ സൈസ്. അങ്ങനെ നല്ല ഫെസിലിറ്റി ഉണ്ടായിരുന്നു. സീറ്റിംഗ് ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിങ്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ അടുത്ത് തന്നെ വെച്ച് സാധാരണ വെക്കാറില്ല. പക്ഷെ ഇത് 10-11 മണിക്കൂർ യാത്ര ഉള്ളുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ എടുക്കാനും വെക്കാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കൂടെ തന്നെ വെച്ചു. അങ്ങനെ ഫസ്റ്റ് മീൽ വന്നു. നമുക്ക് ക്യുനോവ പൊട്ടാറ്റോ ഒക്കെ ഉള്ളൊരു സാലഡ്, പിന്നെ ഫ്രൂട്ട്സ്, അതിലേക്ക് ഒന്ന് സോയ് സോസൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിച്ചു. പിന്നെ ഹലാൽ മീലായിരുന്നു ഞാൻ പറഞ്ഞിട്ട്, അതുകൊണ്ട് എനിക്ക് ഹലാൽ ബേസ്ഡ് ഫുഡാണ് കിട്ടിയത്. ഒരു സ്റ്റിക്കി റൈസ്, അതുപോലെ അവരുടെ ഒരു ബീഫിൻ്റെ എന്തോ കറി. പിന്നെ ആദ്യമായിട്ട് ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് കഴിക്കാൻ പഠിച്ചു. അടുത്തുള്ള ആളാട്ടോ പഠിപ്പിച്ചു തന്നത്. ഇത് 2ാമത്തെ മീല്. അതിൽ കുറച്ച് പൊട്ടാറ്റോ, പിന്നെ സോസേജ്, ഫ്രൂട്ട്സ് വീണ്ടും, പിന്നെ അവരുടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഒരു അടിപൊളി ടേസ്റ്റില്ല. അവസാനത്തെ അങ്ങനെ ആദ്യമായി ജപ്പാൻ്റെ മണ്ണിൽ കാലുകുത്തി എമിഗ്രേഷനിലേക്ക് എല്ലാവരുടെയും കൂടെ നടന്നുപോയി. എവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ച് ഡിക്ലറേഷൻ ഒക്കെ ചെയ്യണം. അത് ഒരു പേപ്പർ ഫോം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായി ചെയ്യാം. ഞാൻ ഓൺലൈനായി ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് ഇനി എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ടോക്കിയോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എമിഗ്രേഷനും ബാഗേജ് ക്ലിയറൻസും കഴിഞ്ഞു. ഏകദേശം ഒരു 1 മണിക്കൂർ എടുത്തു. 11:30 ലാൻഡ് ചെയ്ത് 12:30 പുറത്തിറങ്ങാൻ. ഇപ്പോൾ നൈറ്റ് 12:30. ഇവിടെ 12 മണി കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ട്രെയിനും ബസ്സും എല്ലാം നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിനി ടാക്സി വിളിച്ച് പോകണം. അത് മാത്രമേ നിവൃത്തിയുള്ളൂ. ഈ ടാക്സി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, 1-2 അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട്
ടാക്സി ഇവിടെ അങ്ങനെ പ്രശ്നമില്ല എന്നാണ് ഞാൻ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരു ജപ്പാൻ ആളെന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ടാക്സി പോയി നോക്കണം. ഇൻഫർമേഷൻ കൗണ്ടറൊന്നും ആരുമില്ല ഇവിടെ. ഏകദേശം കണ്ടാൽ അറിയാം, ടോക്കിയോ ഇൻ്റർനാഷണൽ എയർപോർട്ട് സൈലൻറ്റ്, ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ബാക്കി പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് സുയിസ കാർഡ് വാങ്ങണം. സുയിസ എന്നൊക്കെ പറയും. അത് ഒരു പ്രീപെയ്ഡ് കാർഡാണ്. നമുക്ക് ട്രെയിനിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലും അതുപോലെ ചില കൺവീനിയൻസ് സ്റ്റോർ ഒരുപാട് സ്ഥലത്ത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനൊരു കാർഡ്. നമുക്കതിൽ ക്യാഷ് പ്രീപെയ്ഡ് പോലെയൊക്കെ ആറ്റിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് JR പാസ് ഞാൻ ചിലപ്പോഴേ എടുക്കൂ, കാരണം എൻ്റെ ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. പിന്നെ ഉണ്ട് സിം കാർഡ് നമുക്ക് സിം ഉണ്ട്. പിന്നെ മൊബൈൽ വൈഫൈ ഉണ്ട് ഇവിടെ റെൻറ്റിന്. മൊബൈൽ വൈഫൈ ഹോട്ട്സ്പോട്ട് അത് റെൻറ്റിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അങ്ങനെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ടാക്സി വിളിക്കണം. അപ്പോൾ അത് നമുക്ക് ഇൻഫർമേഷൻ കൗണ്ടറിലൊക്കെ ഒന്ന് പോയി നോക്കാം, അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ. നേരത്തെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഏകദേശം സൈലൻ്റാണിത്. ടോക്കിയോ ഇൻ്റർനാഷണൽ എയർപോർട്ട് പറയുമ്പോൾ നമ്മൾ ടോക്കിയോ എന്ന് പറയുമ്പോൾ ദുബായ്, ന്യൂയോർക്ക് അതുപോലെയൊക്കെ നമ്മൾ പറയുന്നൊരു ഇതാണ്, ഒരു നഗരമാണ്. പക്ഷേ ഇവിടുത്തെ എയർപോർട്ടിൽ രാത്രി 12 മണിക്ക് വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം. അധികം ആളൊന്നുമില്ല. ഇത് ടെർമിനൽ 3 ആണ്. അത് സിറ്റിയുടെ ഏറ്റവും അടുത്തുള്ളൊരു എയർപോർട്ടാണ്. വേറെ എയർപോർട്ടിൽ കുറേ ദൂരത്താണ്. ഇവിടെ എങ്ങനെയും എംപ്റ്റി കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. ഇൻഫർമേഷൻ കൗണ്ടറിൽ നേരത്തെ ചെന്നപ്പോൾ ആരുമില്ല, അതാ ഇപ്പോഴും ആരുമില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സുയിക്ക കാർഡ് ഇപ്പോൾ കിട്ടില്ല, കാരണം 12 മണിക്ക് ശേഷം എല്ലാം ക്ലോസ് ആയി. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. 12 മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ നമ്മൾ കറൻസി ആണെങ്കിൽ ആ കറൻസിക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, അത് മാത്രമുണ്ട്. അതും ടാക്സിയും, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ അതിന് ഡോളർ മാറ്റിയിട്ട് അടുത്ത പരിപാടി നോക്കാം. ഇപ്പം നമുക്ക് ഇവിടുന്ന് ടോക്കിയോയിലേക്ക് ടാക്സി പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം $70, അതായത് 280, ഏകദേശം റേഞ്ച് വരും ടാക്സി ചാർജ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ അക്കോമഡേഷൻ ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് ഒരു 9 hours 10 hours കണ്ട് കിടക്കുക. ഈവനിങ് 5 PM തോന്നുന്നുണ്ട് തുടങ്ങിയിട്ട്. നമ്മൾ നെക്സ്റ്റ് ഡേ 11 o'clock ചെക്കൗട്ട് ചെയ്താൽ മതി. ആ ഒരു ഓപ്ഷൻ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ കൺഫർമേഷൻ നമ്പറൊക്കെ വന്നു. പിന്നെ ഞാൻ അവരെ എനിക്കൊരു ഉറപ്പില്ല. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കൺഫർമേഷൻ നമ്പർ, റിസർവേഷൻ നമ്പർ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വീണ്ടും പറഞ്ഞു, 2 പ്രാവശ്യം ബുക്ക് ചെയ്തിട്ടുണ്ട്, 2 നമ്പറും വാലിഡ് അല്ല എന്ന് പറഞ്ഞു. അവർ ഹൗസ് ഫുള്ളാണ് അന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഡേ ഞാൻ പോരുന്ന അന്ന് നോക്കുമ്പോൾ എനിക്ക് റിമൈൻഡർ വരുന്നു, നിങ്ങൾ ബുക്കിംഗ് ഇന്നാണ്, നിങ്ങൾ ചെക്ക് ഇൻ ഇത്ര മണിക്ക് തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് അക്കോമഡേഷനിൽ നിന്ന് ഇമെയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതെന്തോ സിസ്റ്റം ഗ്ലിച്ചായിരിക്കും. അപ്പോൾ ആ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, ഒരു 3 kilometers അടുത്തായിട്ട് ഒരു അക്കോമഡേഷൻ ഉണ്ട്. ഞങ്ങൾ അവിടെ വെച്ചിട്ട് താമസിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് അവിടെ വരും. അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു പോകും. അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ടാക്സിന് ഓപ്ഷനുള്ളൂ, ബസ് ഓപ്ഷനില്ല. താഴേക്ക് ഇറങ്ങി നമ്മൾ അവിടുന്ന് ടാക്സിയിൽ ഹോട്ടലിലേക്ക് പോകേണ്ടതാണ്. 3 kilometers ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ടോക്കിയോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം $70-80 വരും. രാത്രി പൊതുവേ ടാക്സി റേറ്റ് കൂടുതലാണ്. രാത്രിയാണെങ്കിൽ ഭയങ്കര ചാർജാണ്. ഇപ്പോൾ എയർപോർട്ടും കൂടി ആകുമ്പോൾ അറിയാമല്ലോ. എന്തായാലും എയർപോർട്ടിൽ ടാക്സിക്കുള്ള ക്യൂ ആണത്. നമുക്കത് ക്യൂവിലേക്ക് പോയി നോക്കാം. ടാക്സിക്കുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഇത്രയും ആളുകൾ ടാക്സി. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1/2 hour ഒക്കെ ടാക്സിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്തായാലും ക്യൂവിൽ നിന്നിട്ട് നമുക്ക് ടാക്സി എടുത്ത് തന്നെ പോവാം. ടാക്സിക്ക് നോക്കാം, നല്ല ഭംഗിയുള്ള ടാക്സികൾ, അടിപൊളി. ടാക്സിക്ക് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ തൊട്ടടുത്തൊരു ഇന്ത്യക്കാരൻ കൊറിയയിൽ നിന്ന് വരികയാണ്, ജപ്പാനിൽ 4 ദിവസം ഉണ്ടാവും എന്നൊക്കെ സംസാരിച്ച് അവസാനം പോകുമ്പോൾ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ 2 പേരും മലയാളികളാണെന്നും ആള് കണ്ണൂരിൽ നിന്നാണെന്നും എന്നോട് പറഞ്ഞത്. അങ്ങനെ ക്യൂ നിന്ന് ഒടുവിൽ എൻ്റെ ഊഴമെത്തി. ഇതാണ് എനിക്ക് പോകാനുള്ള വണ്ടി. ഞാൻ ഒരാളാണ്, 3 kilometer അടുത്താണെങ്കിലൊക്കെ ഇത്രയും വലിയ വണ്ടിയാണ് കിട്ടിയത്. എന്നാലും അതിൽ കയറി ആൾക്ക് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. അതെല്ലാം മാപ്പിൽ സെറ്റ് ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങി. ഇതാണ് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു പാഠം. എപ്പോഴും ടാക്സിയുടെ നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുക്കാം. ഇത് പിന്നെ എയർപോർട്ട് ടാക്സി കൊണ്ട് കുഴപ്പമില്ല, പ്രൈവറ്റ് ടാക്സി ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് എടുക്കണം. ടാക്സിൻ്റെ ഉള്ളിലെ സെറ്റപ്പും അതിലെ വൃത്തിയും ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി.
ഇവർ കാശ് മേടിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ക്വാളിറ്റി എല്ലാ സർവീസിലും ഉണ്ട്. അത് ഞാൻ ഇവിടെ മുതൽ മനസ്സിലാക്കിയായി. എൻ്റെ ട്രിപ്പ് പോരുന്നവരും ഇപ്പോഴും ഞാൻ പറയുന്നത് ജപ്പാനിൽ കാശ് വാങ്ങിയാലും അതിനുള്ള ക്വാളിറ്റി അവരുടെ പ്രൊഡക്റ്റിലും സർവീസിലും ഉണ്ട്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹോട്ടലിലെത്തി. ടാക്സിക്കാരൻ നമ്മൾ ഇറക്കി പോയി. ഇതാണ് ഹോട്ടൽ, മൈ സ്റ്റേസ് എന്ന് പറഞ്ഞ ഹോട്ടൽ. 1400 ജപ്പാനീസ് യെന്ന വന്നത്, ഏകദേശം 25-30 റിയാൽ ദിർഹംസ് ഒക്കെ വരും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ലേറ്റ് നൈറ്റ് വരുന്നവർക്ക് ടോക്കിയോ സിറ്റി പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചാർജ് ആയിരിക്കും. $70 ഒക്കെ വരും, അതായത് 250-280 അടുത്തൊക്കെ ചാർജ് വരുന്ന റിയാൽ ആയിട്ട് ചാർജ് വരും. ഇതാകുമ്പോൾ ആ റേറ്റിൽ നമുക്കിവിടെ താമസിച്ചിട്ട് നെക്സ്റ്റ് ഡേ പോവാം. റിസപ്ഷനിൽ പോയിട്ട് രാത്രി 1-1:30 മണിയായി. റിസപ്ഷനിൽ പോയിട്ട് പാസ്പോർട്ടൊക്കെ കൊടുത്ത് കാര്യങ്ങൾ സെറ്റാക്കണം. നൈറ്റ് 1:30 ആയി. റൂം നമ്പർ ഒക്കെ പറഞ്ഞാൽ കയറ്റി വിടും എന്നാണ് പറഞ്ഞത്. ഇവിടെ ആരെയും കാണുന്നില്ല. ഉറങ്ങിയോ എന്തോ? ആരെങ്കിലും ഉണ്ടോ? ഹലോ? ആരെയും കാണുന്നില്ല. ഇരുന്ന് നോക്കാം. ആരെയും കാണുന്നില്ല. ഹലോ, എനിബഡി ദേർ? ഹലോ. ഞാൻ തന്നെ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ടി വരുമോ? റൂം നമ്പർ എനിക്കറിയാം, പക്ഷേ നമ്മൾ കയറി പോകുന്നത് ശരിയല്ലല്ലോ. ആക്സസ് കാർഡ് ഉണ്ടാവില്ല, അത് വേറെ പ്രശ്നം. ആരെ കിട്ടും? അതിൻ്റെ ബാക്കിലൊരു ഡോറുണ്ടായിരുന്നു, അവിടെ പോയി മുട്ടിയപ്പോൾ ഒരാൾ ഇറങ്ങി വന്നു. ജസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. എലിവേറ്റർ ഇവിടെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു, അതായത് ആക്സസ് കാർഡൊന്നും വേണ്ട, നമുക്ക് നേരെ റൂമിലേക്ക് കയറി പോകാം. ഈ അർദ്ധരാത്രി എവിടെയും യാത്ര പോയി ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. ഇതിപ്പോൾ ഹോട്ടലിലെ ജീവനക്കാരുടെ ഉറക്കം കളഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട് നവാസിൻ്റെ, അവൻ നല്ല ഉറക്കമായിരിക്കും, അവൻ്റെ ഉറക്കം നമുക്ക് കളയണം. രാത്രി യാത്ര ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. കഴിയുന്നതും രാത്രി യാത്ര ഒഴിവാക്കുക, മിഡ് നൈറ്റ്. ഇതാണ് നമ്മുടെ റൂം. അങ്ങനെ ഒറ്റവിളിക്ക് ആൾ ഉത്തരം നൽകി. ആളിന് തുറക്കോ നോക്കാം. മോനെ എന്തേ ഉറങ്ങിക്ക? പിന്നെ വരാനിരിക്കുന്നത് വളരെ രസകരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ജപ്പാനിൽ നിന്ന്. ജപ്പാനിലെ ഷിബുയ, ഹലോവീൻ, ടോക്കിയോ, ഒസാക്ക, ക്യോട്ടോ, നര, മൗണ്ട് ഫൂജി, അതുപോലെ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിൻ, ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ വരാനുണ്ട്. നിങ്ങൾ തുടർന്നും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.